ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. കേരളത്തിൽ മഴ തിമിർത്ത് പെയ്യുകയാണ്, പ്രളയമാണ്, പലരും മരണപ്പെട്ടു. ജാഗ്രത പാലിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ പറയേണ്ട ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. തംബ്നെയിൽ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് എന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ എയറിലേക്ക് കടത്താൻ ചിലർ ശ്രമിച്ചിരുന്നു. അതേക്കുറിച്ച് രണ്ട് വാക്ക്. അമൃത ടിവിയുടെ സൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ, കേരളത്തിലെ ഏറ്റവും നല്ല ഫാമിലിയെ തിരഞ്ഞെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, കേരളത്തിലെ ഏറ്റവും നല്ല ഫാമിലി എന്നല്ല, അതിൽ പങ്കെടുത്തവരിൽ ഏറ്റവും നല്ല ഫാമിലിയെ കണ്ടെത്താനുള്ള ഒരു പ്രകടനം മാത്രമായിരുന്നു അത്. ആ ഒരു റിയാലിറ്റി ഷോയെക്കുറിച്ചോ അതിൻ്റെ വിധിയെക്കുറിച്ചോ ഒന്നല്ല നമ്മളിന്ന് സംസാരിക്കാൻ വരുന്നത്. ആ ഒരു റിയാലിറ്റി ഷോയിൽ നടന്ന ഒരു ഡിബേറ്റ് റൗണ്ട് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റ് റൗണ്ടിൽ എനിക്ക് കിട്ടിയ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് റിസർവേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതാണ്. ആ സമയം വരെ ഈ ഒരു സെഗ്മെന്റിൽ ഇടുക്കിയാണോ കോഴിക്കോടാണോ നല്ലത്, പാചകത്തിൽ പുരുഷന്മാരാണോ സ്ത്രീകളാണോ കേമന്മാർ എന്ന് തുടങ്ങുന്ന വിഷയങ്ങളായിരുന്നു, TV കോണ്ടന്റുകളായിരുന്നു. എന്നാൽ ടീം തിരക്കും, അതായത് ഞാനും എൻ്റെ ഫാമിലിയും പങ്കെടുത്തത് ടീം തിര എന്ന് പറയുന്ന പേരിലാണ്. ടീം തിരക്കും ടീം ഡാസ്ലേഴ്സിനും തർക്കിക്കാൻ വേണ്ടി കിട്ടിയ വിഷയമായിരുന്നു സ്ത്രീകൾക്ക് റിസർവേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന വിഷയം. ആദ്യമേ പറയാം, ഈ ഒരു ഡിബേറ്റ് റൗണ്ടിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിനും ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഞങ്ങൾക്ക് വിഷയം തന്നിട്ടുണ്ടായിരുന്നത്. ടീം തിര എന്ന ഞങ്ങളും ഡാസ്ലേഴ്സ് എന്ന ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമും. എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ വിഷയം എന്ന് പറയുന്നത് വീട്ടിൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ മുൻഗണന എന്നതായിരുന്നു. ഞങ്ങൾ പ്രിപ്പയർ ചെയ്തതും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് മുൻഗണന എന്ന് പറയുന്ന വാക്കാണ്. കാരണം അവർ പ്രിപ്പയർ ചെയ്തത് ഈ ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ സ്റ്റേജിൽ കയറി മൈക്കൊക്കെ ധരിച്ച് നിൽക്കുമ്പോൾ ജഡ്ജായിട്ടുള്ള മിയ ടോക്കൺ എടുത്ത് തന്നത് മറ്റൊരു വാക്കായിരുന്നു, വിമൻ റിസർവേഷൻ. അവർ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്? വിമൻ റിസർവേഷൻ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ആവശ്യമില്ല എന്ന് പറയുന്നത് ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ആദ്യമേ പറയാം, ടീം ഡാസ്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഫാമിലിയാണ്. അതായത് വിമൻ റിസർവേഷൻ എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. എൻ്റെ ഫാമിലിയും ഒരു സാധാരണ ഫാമിലി തന്നെയാണ്. പക്ഷേ എൻ്റെ കേസ് ഒരു എക്സെപ്ഷണൽ കേസാണ്. കാരണം നിങ്ങൾക്കറിയാം, പല വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ജോലി. അതെൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നും ബേപ്പൂർ സുൽത്താൻ ഫോളോ ചെയ്യുന്ന ഓരോ ആളുകൾക്കും മനസ്സിലായിട്ടുമുണ്ടാകും. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ എനിക്കൊരു വിഷയം കിട്ടുമ്പോൾ എനിക്കറിയാവുന്ന വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുക. എന്നാൽ ആ കുട്ടിക്കോ, അവൾക്കറിയാവുന്ന വിഷയങ്ങൾ ആ സ്റ്റേജിൽ നിന്നും പറയുന്നതിന് പരിമിതികളുണ്ട്. സൂപ്പർ ഫാമിലി റിയാലിറ്റി ഷോയുടെ ആ ഒരു ഡിബേറ്റ് റൗണ്ട് എപ്പിസോഡായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയം തന്നെ ഞാൻ പറഞ്ഞ ഏതാനും വാക്കുകൾ കട്ട് ചെയ്ത് ചില BGM ഒക്കെ കയറ്റി പലരും സ്റ്റോറിയായി അപ്ലോഡ് ചെയ്തു. അതിന് പിന്നിൽ ഈ കറുത്ത കരങ്ങൾ ഇല്ല. അങ്ങനെ ഞാൻ പറയാനുള്ളൊരു കാരണം, ഞാനത് സംസാരിച്ച കോണ്ടെക്സ്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഷൂട്ടിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് ഈ വിഷയം ലഭിക്കുന്നത്. അതിൽ വിമൻ റിസർവേഷനെ അനുകൂലിച്ച് ആരാണ് സംസാരിക്കുന്നത് എന്ന ജഡ്ജിൻ്റെ ചോദ്യത്തിന് ആ പെൺകുട്ടി ആദ്യമേ ഉത്തരം പറഞ്ഞു, ഞാനാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? വിമൻ റിസർവേഷന് എതിർത്ത് സംസാരിക്കണം. അപ്പോഴും ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടല്ല ഞാൻ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ ആണിനെയും പെണ്ണിനെയും ഈക്വലായിട്ട് കാണുന്ന ഒരു ഇഗാലിറ്റേറിയനാണ് എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ആ രീതിയിൽ തന്നെ ഏറ്റവും മനോഹരമായി എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഡിബേറ്റ് റൗണ്ടിൽ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഏറ്റവും നന്നായി അഭിനയിക്കുന്നത് എന്നതാണ് ചോദ്യമെങ്കിൽ അതിൽ ഒരാൾ മോഹൻലാൽ ഫാനായും ഒരാൾ മമ്മൂട്ടി ഫാനായും സംസാരിക്കണം. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. ഉടനെ തന്നെ ഞാൻ മോഹൻലാൽ എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ഓപ്പോസിറ്റുള്ള വ്യക്തി മോഹൻലാൽ തിരഞ്ഞെടുത്താൽ ഞാൻ എന്ത് ചെയ്യും? മമ്മൂട്ടി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനാവും. എന്നാൽ ആ സമയത്ത് എനിക്ക് മോഹൻലാലിന് വേണ്ടി വാദിക്കാൻ പറ്റില്ല. എൻ്റെ സബ്ജക്റ്റ് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ വാദിച്ച് ജയിപ്പിക്കുക എന്നതാണ് എൻ്റെ ജോലി. അതാണ് അവിടെ ഞാൻ ചെയ്തത്. ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുള്ള ഓരോ വ്യക്തിക്കും അത് മനസ്സിലായിട്ടുമുണ്ടാകും. സ്ത്രീകൾക്കായുള്ള സംവരണത്തിന് വേണ്ടി വാദിക്കുന്നത് ആരാണ് എന്ന ജഡ്ജിൻ്റെ ചോദ്യത്തിന് ആദ്യം കൈപൊക്കിയത് സജിത എന്ന ആ പെൺകുട്ടി തന്നെയായിരുന്നു. സ്വാഭാവികമായും സംവരണത്തിനെ എതിർക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി. ഞാനത് കൃത്യമായി തന്നെ ചെയ്തു. അപ്പോഴും ഞാൻ എടുത്ത സ്റ്റാൻഡ് ഒരിക്കലും പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുകയായിരുന്നില്ല. ആ എപ്പിസോഡ് കണ്ട ഓരോ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെ മനുഷ്യനായാണ് ഓരോരുത്തരെയും കാണുന്നത് എന്നാണ്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറയുന്ന വിഷയങ്ങൾ കുട്ടികളടക്കമുള്ള ഓരോ ആളുകളും കാണുന്നുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റാൻഡിൽ ഞാൻ നിന്നത്. റിസർവേഷന് വേണ്ടി വാദിക്കുന്ന എൻ്റെ എതിരാളിയെ ഏത് വിധേനയും വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ഗെയിം. അതിൽ ആ കുട്ടി തന്നെ എടുത്തിട്ട വിഷയമാണ് ബസ്സിലെ റിസർവേഷൻ.
അതിൽ ഞാൻ അവരെ എതിർത്ത് സംസാരിച്ചു എന്നതും എൻ്റെ ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ്. ആ ഒരു എപ്പിസോഡ്, ആ ഒരു ഡിബേറ്റ് റൗണ്ടിൽ വിജയിച്ച ശേഷം മൈക്കിൽ ഞാൻ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾ സംസാരിച്ചതിൽ 60% താഴെ മാത്രമാണ് ഗെയിമിൻ്റെ രൂപത്തിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത്. നമുക്കതൊരിക്കലും നിർബന്ധിക്കാൻ സാധിക്കില്ല. കാരണം ഒരു എപ്പിസോഡിൽ എന്തൊക്കെ ടെലികാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഷോ ഡയറക്ടറും എഡിറ്ററുമാണല്ലോ. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി എന്നെ എയറിലേക്ക് വിടാൻ ശ്രമിച്ചവരോട് 2 വാക്ക്. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചത് മല്ലു അനലിസ്റ്റ് അണ്ണാക്കിൽ തന്നല്ലോ എന്നാണ്. തന്ന സുഖം ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാവുമായിരിക്കാം, അത് കണ്ട സുഖം ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. അതിന് കാരണം എനിക്ക് എന്നെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന്. നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളെയും അശാസ്ത്രീയമായ വിഷയങ്ങളെയും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളെയും മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കാം ബേപ്പൂർ സുൽത്താൻ. എന്നാൽ സാമാന്യ ബോധമുള്ളവർക്ക് അങ്ങനെയല്ല. കാരണം ഈ വിഷയത്തിലൊന്ന് പ്രതികരിക്കാൻ വേണ്ടിയെങ്കിലും അവർ ബേപ്പൂർ സുൽത്താൻ്റെ വീഡിയോ മുഴുവനായും കാണും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയമായ കാര്യങ്ങളും വേർതിരിച്ചാണ് ബേപ്പൂർ സുൽത്താൻ വീഡിയോ ചെയ്യുന്നത് എന്ന്. ആ സാമാന്യ ബോധമാണ് എന്നെ എയറിലേക്ക് കടത്തിവിട്ടവർക്ക് ഇല്ലാതെ പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ പറയുന്ന മല്ലു അനലിസ്റ്റ് ഒരു സൂപ്പർ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഒരു വിഷയം ലഭിച്ചു, റിസർവേഷനെതിരെ സംസാരിക്കണം. അദ്ദേഹം എന്ത് സംസാരിക്കും? അദ്ദേഹം ചിലപ്പോൾ ഒന്നും സംസാരിക്കില്ലായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു വിഷയം ലഭിക്കുമ്പോൾ അതൊരു ഗെയിമാണ് എങ്കിൽ അതിനെ ഗെയിം സ്പിരിറ്റിലെടുത്ത് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കും. ഫിക്ഷനെ ഫിക്ഷനായും കോൺസ്പിറസിയെ കോൺസ്പിറസിയായും ശാസ്ത്രത്തെ ശാസ്ത്രമായും കാണാനുള്ള ബോധം എനിക്കുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളിലൂടെ മലയാളികളെ പ്രബുദ്ധരാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെ ശാസ്ത്രത്തെ ശാസ്ത്രമായും കോൺസ്പിറസിയെ കോൺസ്പിറസിയായും ഫിക്ഷനെ ഫിക്ഷനായും കാണുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഇക്വാലിറ്റി പ്രസംഗത്തിൽ മാത്രം കൊണ്ടു നടക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ അത് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ ഫാമിലിക്കും അറിയാം, എന്നെ നേരിട്ട് അറിയാവുന്നവർക്കും അറിയാം. സ്ത്രീകളോട് അമിത വിനയവും ബഹുമാനവും കാണിക്കുന്നവനാണ് പുരുഷൻ എന്നൊക്കെ പറയുന്നത് മണ്ടത്തരം മാത്രമാണ്. അത് സ്ത്രീകളെ എന്നും സ്ത്രീകളായി കാണാൻ താല്പര്യപ്പെടുന്നവർക്കും പുരുഷനെന്നും പുരുഷനായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും മാത്രമുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. എന്നെ സംബന്ധിച്ച് സ്ത്രീയും പുരുഷനുമെന്നില്ല, മനുഷ്യൻ എന്ന് മാത്രമേ ഞാൻ അവരെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന വിനയവും ബഹുമാനവും കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. റിസർവേഷനെ കുറിച്ച് പഠിച്ചല്ല ഞാൻ ആ ഡിബേറ്റ് റൗണ്ടിൽ പങ്കെടുത്തതെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. എന്നാലും മനസ്സിലുണ്ടായിരുന്ന ഒരു പേരായിരുന്നു സരോജിനി നായിഡു. പണ്ടെപ്പോഴും വായിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനം ലഭിക്കണം എന്ന് വാദിച്ച ഇന്ത്യയുടെ വാനമ്പാടിയെക്കുറിച്ച്. ഡിബേറ്റിൽ പറഞ്ഞ സ്ത്രീകളുടെ സീറ്റ് സംവരണത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 35-36 വർഷങ്ങൾക്ക് മുമ്പാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ അങ്ങനൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നത്. 1988 എന്ന് തോന്നുന്നു. ഞാൻ ജനിച്ച സമയമാണ് 1988. അതിനും മുമ്പും സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു ബസ്സുകളിൽ. എൻ്റെ അമ്മയുടെയൊക്കെ ചെറുപ്പകാലത്ത് ആ ഒരു റിസർവേഷൻ കൊണ്ട് മാത്രം ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിസർവേഷൻ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എന്നാൽ 36 വർഷങ്ങൾക്കിപ്പുറവും റിസർവേഷൻ വേണം ഒരു സ്ത്രീക്ക് ബസ്സിൽ യാത്ര ചെയ്യാനെങ്കിൽ നമ്മൾ എവിടെയാണ് വളർന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരമില്ല. ഇന്നത്തെ തലമുറയിലെ എത്ര പെൺകുട്ടികൾ റിസർവേഷൻ മാത്രം പ്രതീക്ഷിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നുണ്ടാകും? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സ്ത്രീകളും പുരുഷന്മാരും പെൺകുട്ടികളും ആൺകുട്ടികളും മിക്സ്ഡപ്പായി യാത്ര ചെയ്യുന്നതാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ നോക്കിയാൽ ആൺ പെൺ വേർതിരിവില്ലാതെ പലരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബസ്സിൽ യാത്ര ചെയ്ത് ഞാൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടിരുന്നു. ഏതാണ്ട് ബസ്സിലെ പിന്നിലെ സീറ്റുകളൊക്കെ ഫില്ലാണ്, എന്നാൽ 4-5 സീറ്റുകൾ ബാക്കിയുണ്ട്. സ്ത്രീകളുടെ സീറ്റിൽ ഒരു വൃദ്ധൻ ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. അല്പനേരത്തിന് ശേഷം കണ്ടക്ടറും ഒരു സ്ത്രീയും കൂടി ചേർന്ന് ആ വൃദ്ധനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അയാളോട് പിന്നിൽ പോയിരിക്കാൻ പറഞ്ഞു. ആ പാവം ഞൊണ്ടി ഏറ്റവും പിന്നിലെ സീറ്റിൽ വന്ന് പിടിച്ചിരുന്നു. അതിനാ സ്ത്രീ പറഞ്ഞ ന്യായം അത് സ്ത്രീകളുടെ സീറ്റായിരുന്നു എന്നാണ്. മനസ്സിൽ ഇക്വാലിറ്റിയുള്ള എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് അതിൽ ശരിയേത് തെറ്റേത് എന്നെങ്ങനെയാണ് വിശകലനം ചെയ്യാൻ സാധിക്കുക? ഇതിലെവിടെയാണ് ഇക്വാലിറ്റി? ഇന്നത്തെ ജനറേഷൻ മനസ്സിൽ ഇക്വാലിറ്റി ഉള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൺ പെൺ വേർതിരിവില്ലാതെയാണ് ഒരു വലിയ ശതമാനം ആളുകളും ഇന്ന് ജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നതും.
എന്നാൽ ഇത്തരത്തിലുള്ള പഴഞ്ചൻ റിസർവേഷൻസ് ചിലപ്പോൾ അവരുടെ മനസ്സിനെയും പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ആ ഒരു ഡിബേറ്റ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇത്തരം റിസർവേഷനോടുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് വൈറലായി മാറിയത്. അല്ലാതെ ആണുങ്ങളിൽ ബഹുഭൂരിപക്ഷവും വികലമായ മനസ്സുള്ളവരായതുകൊണ്ടല്ല. ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ അവളോടൊപ്പം നിൽക്കുന്നത് ഇത്തരത്തിൽ വികലമായ മനസ്സുള്ളവരായിരിക്കും. ഒരു സമൂഹത്തിൽ ഇക്വാലിറ്റി വേണമെങ്കിൽ ആണും പെണ്ണും ബോധവൽക്കരിക്കപ്പെടണം. അതിന് റിസർവേഷൻ മാത്രം പോരാ, നല്ല നട്ടലുള്ള നിയമം കൂടി വേണം. ആ നിയമം ജെൻഡർ ന്യൂട്രൽ ആയിരിക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള പഴഞ്ചൻ റിസർവേഷനുകൾ ഇനിയും പതിറ്റാണ്ടുകൾ ഓടിച്ചാലും ഇവിടെ ഒരു മണ്ണാങ്കട്ടയും നടക്കാൻ പോകുന്നില്ല. അതിനും ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അവർ ജാതിയിൽ വ്യത്യാസമുള്ളവരായിരുന്നു. 2 വർഷത്തോളം അവർ പ്രേമിച്ചു. ഏകദേശം വിവാഹത്തിന് തൊട്ടു മുമ്പുള്ള എൻഗേജ്മെന്റ് വരെ എത്തി. അതിനുശേഷം ആ പെൺകുട്ടി പറഞ്ഞു അവൾക്ക് അവൻ വർക്കാവുന്നില്ല എന്ന്. അങ്ങനെ അവർ വേർപിരിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഏതോ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അവൾ അവൻ്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചു. 2 അടി കൊണ്ടു 3-ാമത്തെ അടി അവൻ തിരിച്ചു അടിച്ചു. അവനോട് അപ്പോഴേ എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ. ഇല്ലെങ്കിൽ സ്വാഭാവികമായും സ്ത്രീയാണ് ആദ്യം പരാതി നൽകുന്നതെങ്കിൽ പുരുഷൻ തൂങ്ങുമല്ലോ. അങ്ങനെ അവൻ ചെന്നു പരാതി നൽകി. പോലീസുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, അതിനുശേഷം തിരിച്ചു വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ അവൻ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ എല്ലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ജാതി അടിയായിരുന്നു അവൾ അടിച്ചത്. ആ തല്ല് കണ്ട നാട്ടുകാരിൽ പലരും അവിടെ കൂടിയവരോട് ചോദിച്ചു ആ പെൺകുട്ടി എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. അതും സത്യമായിരുന്നു. അതിനുള്ള തെളിവുകളും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ തെളിവുകൾ അടക്കം പോലീസുകാരോട് പറയുന്നതിന് തൊട്ടു മുമ്പ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അവിടെ അവൻ കണ്ടത് ആ പെൺകുട്ടിയെയും വീട്ടുകാരെയുമായിരുന്നു. തുടർന്ന് പോലീസുകാർക്ക് അവനോടുള്ള പെരുമാറ്റം മറ്റൊരു രീതിയിലായിരുന്നു. വാദി പ്രതിയാവുന്ന ഒരവസ്ഥ. ഇന്നും ആ കേസുമായി അവൻ നടക്കുന്നുണ്ട്. അവളുടെ ഒരു ചെറുവിരൽ അണങ്ങിയാൽ അവൻ്റെ ഭാവി പോകും എന്ന ഭയത്തോടു കൂടി. പലർക്കും ഇത് ഒറ്റപ്പെട്ട വിഷയമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആണുങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ആ അനുഭവങ്ങളിൽ നിന്നുമായിരിക്കാം അവർ ഇത്തരത്തിലുള്ള ചില റിസർവേഷനെ എതിർക്കുന്നത്. പണ്ട് കാലത്തുള്ളവർ സ്ത്രീകളുടെ റിസർവേഷൻ എതിർത്തതും ഇന്നുള്ള ചിലർ സ്ത്രീകളുടെ റിസർവേഷൻ എതിർക്കുന്നതും ഒരുപോലെ കാണുന്നത് ബോധമില്ലായ്മയാണ്. ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രേതകഥകളും ഏലിയൻ കഥകളും ഒക്കെ പറയുന്ന ബേപ്പൂർ സുൽത്താൻ പറയുന്ന വെറും ഇല്ലാ കഥകളായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഞാൻ എൻ്റെ പല വീഡിയോകൾക്ക് മുമ്പിലും പറയുന്നൊരു വിഷയമുണ്ട്. ട്രൈ ആസ് ഹാർഡ് ആസ് യു ക്യാൻ ടു നോട്ട് ബിലീവ് മീ. എന്നെ വിശ്വസിക്കരുത്. പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കഥയുണ്ട്. അതിൽ ഒരാൾ ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അയാളുടെ ഭാവി തീരുമാനിക്കുന്നത് ജഡ്ജിയുടെ ഒരു കുറിപ്പാണ്. അദ്ദേഹം എഴുതി ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഫ്രീ. ആ കുറിപ്പ് ആരാച്ചാരുടെ കയ്യിലെത്തി. ആരാച്ചാർ അത് വായിച്ചത് ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഫ്രീ എന്നായിരുന്നു. അതായത് ജഡ്ജ് ഒരു കോമ ഇടാൻ മറന്നുപോയി. അതിൽ ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇതാണ് വിഷയം. പെർസ്പെക്റ്റീവ് മാറ്റേഴ്സ്.